പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഇന്ന് ഉദ്ദേശിക്കുന്നത് സലാലയിലെ ഹയവത്ത് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഐന് അയ്യൂബിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അർദ്ധചന്ദ്രവൃത്താകൃതിയിൽ ഏകദേശം 100 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ജബലൽ ഖാറ പർവ്വതനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇരുവശവും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി രമണീയമായ ലാൻഡ്സ്കേപ്പുകളോടെ വീതി കുറഞ്ഞതും ചെങ്കുത്തായി വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന മലമ്പാതയിലൂടെയുള്ള യാത്ര അതിമനോഹരവും എന്നാൽ വളരെ ശ്രദ്ധാപൂർവം ഡ്രൈവ് ചെയ്യേണ്ടതുമാണ്. മനുഷ്യകുലത്തിന് മാതൃകയായി അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ സഹനശക്തിക്കും ക്ഷമയ്ക്കും പരിധികളില്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്ര സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് ഐൻ അയ്യൂബ്. കാർ പാർക്കിങ്ങിൽ നിന്നും താഴേക്ക് വിശാലമായി നിർമ്മിച്ച പടവുകൾ ഇറങ്ങി വേണം ഐന് അയ്യൂബിലേക്ക് എത്തിച്ചേരാൻ. തെളിനീരുറവ പൊട്ടിവരുന്ന സ്ഥലം എന്നാണ് ഐൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം. ഭീമമായ സാമ്പത്തിക നഷ്ടവും പൊടുന്നനെയുള്ള സന്താന വിയോഗങ്ങളും കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടും ആരോടും പരിഭവമോ പരാതിയോ പറയാതെ ജീവിച്ച അതിസമ്പന്നനായിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന് മൂന്നാമതായി നേരിടേണ്ടി വന്നത് 18 വർഷത്തോളം നീണ്ടുനിന്ന അതികഠിനവും വേദനാജനകവുമായ രോഗമായിരുന്നു. ഈ കഠിന രോഗത്തിൽ നിന്നും അദ്ദേഹത്തിന് ശമനം നൽകി പരീക്ഷണത്തിന്റെ തീച്ചൂളയെ ശീതളിമയുടെയും സമാധാനത്തിന്റെയും ഊഷ്മളത കൊണ്ട് ധന്യമാക്കിയ ഒരു ശീതള നീരുറവയായതിനാലാണ് ഇതിന് ഐൻ അയ്യൂബ് എന്ന പേര് വന്നത്. പാരമ്പര്യ ഇസ്ലാമിക വാസ്തുശില്പാകൃതിയിൽ പണികഴിപ്പിക്കപ്പെട്ടിട്ടുള്ള അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ്. പ്രകൃതിദത്തമായി ഉയർന്നു നിൽക്കുന്ന പ്രത്യേകതരം പാറക്കൂട്ടങ്ങൾക്ക് താഴെയായി ചെറിയൊരു ജലസ്രോതസ് ഒരാൾ താഴ്ചയിലധികം വരുന്ന ഒരു കുളം പോലെ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. കുളത്തിന് തൊട്ടു മേൽഭാഗത്തായി പ്രകൃതി തീർത്ത തുല്യതയില്ലാത്ത കൊത്തുപണികൾ നിറഞ്ഞ വലിയൊരു പാറയും അതിനോട് ചേർന്ന ചെറിയൊരു ഗുഹയും കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഈ പാറയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ഐൻ അയ്യൂബിന്റെ ഉത്ഭവം. ചെറിയൊരു ഗുഹയെന്ന് തോന്നിപ്പിക്കുന്ന പാറയുടെ ഉൾഭാഗത്തുകൂടി നടക്കുമ്പോൾ താഴേക്ക് ഉന്തി നിൽക്കുന്ന പാറയുടെ ചില ശിഖരങ്ങളിൽ നിന്ന് തെളിനീരിറ്റു വീഴുന്നത് കാണാം. ഈ മൂലയ്ക്കായി കാണുന്നതാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശത്താൽ ഉറവ പൊട്ടിയ വെള്ളത്തിന്റെ ഉത്ഭവസ്ഥാനം. ഉറവയിൽ നിന്നും നിർഗളിക്കുന്ന ജലം ചെറിയൊരു ബണ്ടുണ്ടാക്കി കെട്ടി നിർത്തി കുടിക്കാനും ശേഖരിക്കാനുമുള്ള വിധത്തിൽ ചെറിയൊരു സുഷിരത്തിലൂടെ പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. ഇതിലൂടെ ഒഴുകി വരുന്ന ജലം സന്ദർശകർക്ക് സൗകര്യപ്രദമാകുന്ന വിധത്തിൽ 3 തട്ടുകളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര സ്മരണകൾ അയവിറക്കി കുടുംബസമേതം കുളത്തിലിറങ്ങി ഹൃദ്യമായൊരു മുങ്ങിക്കുളി ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതായിരുന്നു. അവിടെയുണ്ടായിരുന്ന സന്ദർശകരുടെ തിരക്കും ആൾക്കൂട്ടവും അല്പനേരത്തേക്കെങ്കിലും ഒഴിവായി കിട്ടാൻ വേണ്ടിയുള്ള മനസ്സിന്റെ തേട്ടവും 1 മണിക്കൂറത്തെ കാത്തിരിപ്പും ഫലം ചെയ്തു. ശരീരവും മനസ്സും കുളിർപ്പിക്കുന്ന വിധത്തിലുള്ള നല്ല ശുദ്ധമായ നീരുറവയിൽ 30 മിനിറ്റോളം നീന്തി കുളിക്കാനുള്ള ഭാഗ്യം റബ്ബ് ഞങ്ങൾക്ക് നൽകി. അൽഹംദുലില്ലാഹ്. ഇതിനുശേഷം ഞങ്ങൾ നേരെ പോയത് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്ബറയിലേക്കാണ്. അവിടുത്തെ ഖബറിനരികിൽ ചെന്ന് സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്യുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനയുടെ മാതൃകയുമൊക്കെ വലിയ രീതിയിൽ ഫ്രെയിം ചെയ്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് വായിച്ചു മനസ്സിലാക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അയ്യൂബ് നബിയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച്
നിറഞ്ഞ മനസ്സുഖത്തോടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങി. يا ربي يا رحمن يا مبدع الأكوان يا ربي يا رحمن يا مبدع الأكوان إليك قلبا يذوب حبا بالنور والإيمان إليك قلبا يذوب حبا. Thank you for watching. Like, subscribe and comment your opinions. Stay tuned for next episode from Iraqib.